വാളയാർ ആൾക്കൂട്ട കൊലപാതക കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതിനെതിരെ കോടതിയെ സമീപിക്കാനൊരുങ്ങി കൊല്ലപ്പെട്ട രാംനാരായണ ഭാഗലിന്റെ കുടുംബം. ശക്തമായ വകുപ്പുകൾ ചുമത്തിയിട്ടും പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത് പരിശോധിക്കണമെന്നാണ് ഹൈക്കോടതിയെ സമീപിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാലക്കാട് കലക്ട്രേറ്റിന് മുന്നിൽ സത്യഗ്രഹം ആരംഭിച്ചിരിക്കുകയാണ് കുടുംബം. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കുടുംബം പറയുന്നു. ഒപ്പം സത്യഗ്രഹ സമരം തുടങ്ങിയിരിക്കുകയാണ്. എന്താണ് ഇക്കാര്യത്തിൽ കുടുംബം പറയുന്നത്? ഈ ആൾക്കൂട്ട കൊലപാതകത്തിൽ കുടുംബത്തിന് വേണ്ടത്ര സഹായം ലഭിച്ചില്ല എന്നാണോ? സ്മൃതി, ഇപ്പോൾ പാലക്കാട് കളക്ട്രേറ്റിന് മുന്നിലാണ് ഈ വാളയാർ അട്ടപ്പള്ളത്ത് വെച്ച് ആൾക്കൂട്ട കൊലപാതകത്തിൽ മരിച്ച രാംനാരായണൻ്റെ അനിയൻ ശശികാന്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സത്യാഗ്രഹ സമരം നടത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് മണ്ണാർക്കാട് SC/ST കോടതി ഈ ആൾക്കൂട്ട കൊലപാതക കേസിലെ 8ഓളം പ്രതികൾക്ക് ജാമ്യം നൽകിയത്. ഇതിനെതിരെയാണ് ഇപ്പോൾ രാംനാരായണൻ്റെ കുടുംബം ഈ സമരം നടത്തുന്നത്. ഈ പ്രതികൾക്ക് ജാമ്യം നൽകിയ നടപടി അത് പുനർപരിശോധിക്കണം എന്നുള്ളതാണ് രാംനാരായണൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം. തങ്ങളോട് ഒരു രീതിയിലുള്ള വാദവും തങ്ങളുടെ വാദങ്ങൾ കേൾക്കാതെയാണ് ഇത്തരത്തിലൊരു തീരുമാനം വന്നിട്ടുള്ളത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ഏതായാലും രാംനാരായണൻ്റെ അനിയൻ ശശികാന്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ये प्रोटेस्ट किसके लिए? ये प्रोटेस्ट है कि यहाँ की जो प्राथमिक कोर्ट ने जो है आरोपियों को जो है जमानत पर रिहा किया है, तो हम जमानत जो है उसकी जो है नामंजूर करने की जो है सरकार से अपील कर रहे हैं और हमारे मामले जो है हाई कोर्ट में जो है दायर किए जाए, ऐसे हमारी मांगे हैं. ഇതാണ് സ്മൃതി അവരുടെ പ്രതികരണം എന്ന് പറയുന്നത്. ഈ പ്രതികൾക്ക് ജാമ്യം നൽകിയത് പിൻവലിക്കണം, അതിനുവേണ്ടി തങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ളതാണ് ഇപ്പോൾ രാംനാരായണൻ്റെ സഹോദരൻ ശശികാന്ത് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ രാംനാരായണൻ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ ജാമ്യം നൽകിയ തീരുമാനം അത് പുനർപരിശോധിക്കണം. തീർച്ചയായും ജാമ്യം നൽകിയത് കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായ വീഴ്ചയുടെ ഭാഗമായി കൊണ്ടാണ്. SC/ST അട്രോസിറ്റി കേസിൽ ഇത്ര പെട്ടെന്ന് ജാമ്യം ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, കൊലപാതക കേസാണ്. സാധാരണ ഒരു 40 ദിവസം കൊണ്ട് കൊലക്കേസ് പ്രതികൾ ജാമ്യം കിട്ടുന്നത് അപൂർവമാണ്. ഇത് പ്രോസിക്യൂഷൻ ദുർബലമായതുകൊണ്ട് മാത്രമാണ് ജാമ്യം ലഭിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് റദ്ദ് ചെയ്യാൻ കേരള സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കണം എന്നുള്ളതാണ് ആക്ഷൻ കൗൺസിലിൻ്റെ ആവശ്യം. പാലക്കാട് കോടതിയിൽ ഈ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഒഴിവ് നികത്താത്തത് അത് ഈ കേസിൽ ഈ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതിന് സഹായകമായി. അനുകൂലമായ നിലപാട് കോടതി എടുക്കുന്നു എന്നുള്ളതാണ് ഈ പ്രതികളെ നിരുപാധികമായിട്ട് ജാമ്യം കൊടുത്തിരിക്കുന്നത്. നീതി തേടി കുടുംബം സത്യഗ്രഹ സമരം തുടങ്ങിയിരിക്കുകയാണ് പാലക്കാട് കലക്ട്രേറ്റിന് മുന്നിൽ.